ഇന്നത്തെ ഫൈനലിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല നിർണായകമാകാൻ പോകുന്ന സഞ്ജുവിൻ്റെ വിക്കറ്റാണ്. അത് ഇന്ത്യക്കാണെങ്കിലും ന്യൂസിലൻഡിനാണെങ്കിലും ഒരുപാട് പ്രധാനപ്പെട്ട ഒരു വിക്കറ്റ് ആയിരിക്കും. കാരണം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ എപ്പോഴൊക്കെ പെർഫോം ചെയ്യാതിരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു വലിയ ബാറ്റിംഗ് കൊളാപ്സാണ് ഇന്ത്യക്ക് ഉണ്ടായത്. സിംബാബ്വെക്കെതിരായ മത്സരം തൊട്ടാണ് നമ്മുടെ ബാറ്റിംഗ് ഓപ്പണിംഗ് തലക്കീഴത്തെ രീതി പെർഫോം ചെയ്തത്. അതിനകത്ത് സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ മാത്രമാണ് അഭിഷേക് ശർമ്മ നന്നായിട്ടൊന്ന് പെർഫോം ചെയ്തത്. വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും പരാജയമായിരുന്നു. അതുകൊണ്ട് അഭിഷേകിൽ നിന്നൊരു 50-50 മാത്രമേ ഇന്ത്യയും പ്രതീക്ഷിക്കുന്നുള്ളൂ. അഭിഷേകിനോട് ഒരിക്കലും ഇനി നോക്കി കളിക്കാമെന്ന് പറയത്തില്ല, കാരണം ഇനി ടൈമില്ല. അതുകൊണ്ട് അഭിഷേക് സെയിം കൈൻഡ് ഓഫ് അപ്രോച്ച് ആയിരിക്കും നടത്തുന്നത്. കിട്ടിയാൽ കിട്ടി, ഇല്ലേ പോയെന്നുള്ള രീതിയിലായിരിക്കും. അവിടെയാണ് സഞ്ജുവിൻ്റെ ആ ഒരു വിക്കറ്റ് നിർണായകമാകുന്നത്. കാരണം സഞ്ജു ഒരു എക്സ്ട്രാ ഓർഡിനറി ഫോമിലാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു അങ്ങനെ അനാവശ്യ റിസ്ക് ഉടനെ തുടക്കത്തിൽ എടുക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം അഭിഷേകിൻ്റെ പുവർ ഫോം. അൺലെസ് അഭിഷേകും സെയിം രീതി കളിച്ച് വന്നാൽ മാത്രമേ സഞ്ജു റിസ്ക് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വിക്കറ്റ് ഇന്ത്യക്കും ന്യൂസിലൻഡിനും വളരെ നിർണായകമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് മാറ്റ് ഹെൻറി ആൻഡ് മിച്ചൽ സാറ്റ്നർ വേഴ്സസ് സഞ്ജു. അതിനകത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് മാറ്റ് ഹെൻറി. കാരണം സാറ്റ്നർ, നമുക്ക് ന്യൂസിലൻഡ് സീരീസ് നമുക്കറിയാം, സഞ്ജുവിൻ്റെ ഒരു വിക്കറ്റ് എടുത്തപ്പോൾ സഞ്ജു ഭയങ്കരമായിട്ട് സ്റ്റംപിൻ്റെ ക്ലിയർ ആയാണ് കളിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ സഞ്ജു ഒട്ടും സ്റ്റംപിൽ അങ്ങനെ അനാവശ്യമായി ക്ലിയർ ആകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടേ ഇല്ല. കഴിഞ്ഞ കളി മാത്രമാണ് ഇംഗ്ലണ്ടിനെതിരെ ബിൽ ജാക്സനെതിരെ ആ ഒരു ഷോട്ട്, അതും 89 നിന്നപ്പോഴാണ് ആ റിസ്ക് എടുക്കാൻ തയ്യാറായത് സഞ്ജു. അപ്പോൾ സാറ്റ്നറിനെക്കാളും കൂടുതൽ വെളിയാവാൻ പോകുന്നത് എനിക്കൊന്നത് മാറ്റ് ഹെൻറി ആയിരിക്കും. കാരണം മാറ്റ് ഹെൻറി നമ്മുടെ ഈ ജോഷ് ഹെയ്സൽവുഡ് ടൈപ്പ് ഓഫ് ഒരു പ്ലെയറാണ്. ജോഫ്ര ആർച്ചറിനെ പറ്റിയൊരു അബദ്ധം, ഇംഗ്ലണ്ടിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ ജോഫ്ര ആർച്ചറിനെ പറ്റിയൊരു അബദ്ധം എന്നുള്ളത്, സഞ്ജുവിൻ്റെ വിക്കറ്റ് ജോഫ്ര ആർച്ചർ എടുത്തുകൊണ്ടിരുന്നത് ഷോർട്ട് ബോളിലൂടെയാണ്. അതായത് ലെഗ് സൈഡിൽ ആളെ നിർത്തുന്നു, ഷോർട്ട് ബോൾ എറിയുന്നു, നൈസായിട്ട് ഔട്ട് ആവുന്നു. സെയിം സഞ്ജു പാറ്റേൺ. പക്ഷേ സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഫോമിൽ ഷോർട്ട് ബോൾ ഒന്നും സഞ്ജുവിനൊന്നും അല്ല. അവിടെയാണ് ആർച്ചറിനെ വരുന്നത്. കാരണം ആർച്ചർ ഇതിന് മുമ്പത്തെ 3 കളികളിൽ നല്ല ഗുഡ് ലൻ തെറിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ കളി വന്നപ്പം ഫുള്ള് ഷോർട്ടാക്കി മാറ്റി. അതാണ് ആർച്ചറിനെ പറ്റിയ അബദ്ധം. പക്ഷേ അത് ഹെൻറിയിൽ നിന്ന് പ്രതീക്ഷിക്കണം. കാരണം മാറ്റ് ഹെൻറി നല്ല ലൈനും ലെന്തും തന്നെ നോക്കി എറിയുന്ന ഒരു പ്ലെയറാണ്. സഞ്ജുവിന് ആ മാറ്റ് ഹെൻറി സ്പെല്ലൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റിയ, സഞ്ജു ഒന്ന് ക്ലിക്കായ ഇന്ത്യ ജയിച്ചെന്നാണ് പറയാൻ. കാരണം ആ ഒരു തുടക്കം ഇന്ത്യക്ക് കിട്ടിയ ബാക്കി വരുന്ന പ്ലേയേഴ്സിന് വളരെ റിലാക്സ്ഡ് ആയിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ ആ തുടക്കം കിട്ടിയില്ല. ലെറ്റ്സ് പവർ പ്ലേയിൽ 2 വിക്കറ്റ് പോവുകയാണ്, എസ്പെഷ്യലി സഞ്ജുവിൻ്റെയും അഭിഷേകിൻ്റെയും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വലിയൊരു കുഴിയിലോട്ട് വീഴും. പിന്നെ ഈ വേൾഡ് കപ്പ് ഫൈനൽ പ്രഷർ ഇങ്ങനെ കരകയറാൻ നല്ല പാടായിരിക്കും. സോ the competition will be between Matt Henry and Sanju. If Sanju can survive that spell, we are done.